ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക തെളിവെടുപ്പ്. ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിനടുത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലാണ് SIT പരിശോധന. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകത്തിലെ വ്യാപാരി ഗോവർദ്ധന് വിറ്റ സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തി. 400 ഗ്രാമോളം സ്വർണ്ണമാണ് ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയത്. ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറി പൂട്ടിയ നിലയിലുമാണ്. റൊദ്ദം ജ്വല്ലറിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് പൂട്ടിയ നിലയിലാണ്. 400 ഗ്രാമോളം സ്വർണം ഇയാൾ എന്താണ് അയാളുടെ പേര്, ഗോവർദ്ധൻ. ഗോവർദ്ധൻ ഇത് വാങ്ങി സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ആ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞു അന്വേഷണ സംഘത്തിൽ. അത് ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമായി. ഇപ്പോൾ തൊണ്ടി മുതലാണ്, കവർച്ച മുതലാണ്. അപ്പോൾ ഒരു മോഷണ കേസിൽ കവർച്ച മുതൽ കണ്ടെത്തുക എന്ന് പറയുന്ന അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. എന്തായാലും ആ നിർണായക നീക്കം SIT പൂർത്തിയാക്കിയിരിക്കുന്നു. ഗോവർദ്ധൻ അപ്പോൾ നടന്നത് മോഷണമാണെന്നും അത് കൊള്ളയാണെന്നും കൊള്ള മുതൽ വിറ്റതാണെന്നും ഒന്നും ആർക്കും ഇപ്പോൾ സംശയങ്ങളില്ല, ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഇല്ല. 400 പവൻ എന്ന് പറയുന്നത് 50 പവനോളമുണ്ട്. ഒരു പവന്റെ വില 92,000 ഒക്കെ വെച്ച് നോക്കിയാൽ 50 പവൻ 50 ലക്ഷത്തിന് രൂപ അടുത്ത വിലയുണ്ട്. അത് കേവലം സ്വർണ്ണത്തിന്റെ വിലയാണ്. ഈ സ്വർണം കേവല സ്വർണ്ണമല്ല, അത് ശബരിമലയിലെ സ്വർണ്ണമാണ്. അത് 50 ലക്ഷം ഒന്നുമല്ല, 50 കോടിയുമല്ല. അതിന് മുകളിലേക്ക് അതിന്റെ മൂല്യമുണ്ട്. അപ്പോൾ എത്ര രൂപ ഇത് കൊടുത്ത് പോറ്റി വാങ്ങി എന്നാൽ അത് ഏത് രീതിയിൽ വാങ്ങി, ത്രൂ അക്കൗണ്ട് വാങ്ങിയോ അല്ലാതെ വാങ്ങിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവട്ടെ. കാണാതായ സ്വർണം അന്വേഷണ സംഘം ഉറപ്പായും കണ്ടെത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പറഞ്ഞു. ഭഗവാന്റെ ഒരു തരി പൊന്നു പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് എങ്ങനെയാണ്, മൂല്യമാണോ മൂല്യമല്ലേ എന്നൊക്കെ പറയുന്നത് ഞാനല്ല. അതൊക്കെ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയോട് ആവശ്യപ്പെട്ടത് മുഖാന്തരമാണ് ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു മികച്ച രീതിയിലുള്ള അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നത്. ആ മികച്ച രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നതും മുരാരി അറസ്റ്റ് ചെയ്യുന്നതും മറ്റേ ഇന്നിപ്പോൾ എന്തൊക്കെയോ പുറത്ത് വന്നിട്ടുണ്ട്, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. അങ്ങനെ കൃത്യമായി പോവുകയല്ലേ. അത് അന്വേഷണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മനീഷ് മഹിപാൽ, അരുൺ പൂപ്പറമ്പ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആദ്യം മനീഷിലേക്ക്. മനീഷ്, വഴിയരികിൽ നിൽക്കുന്ന വീട്ടമ്മയുടെ മാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചുപോയി അടുത്ത സ്വർണ്ണക്കടയിൽ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടയിൽ വിൽക്കുന്ന അതേ മോഡസ് ഓപ്പറാണ്ടിയാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ സ്വർണം ശബരിമലയിലെ സ്വർണ്ണമാണ്. എത്ര രൂപ ഈ പറയുന്ന ആളുടെ കയ്യിൽ നിന്നും, ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും എത്ര രൂപ പോറ്റി വാങ്ങിയ തുകയുടെ പങ്കുവിഹിതങ്ങൾ ആർക്കൊക്കെ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ SIT അന്വേഷിക്കും. എന്തായാലും ആ നീക്കം, ആ സ്വർണം കണ്ടെടുക്കൽ അതിനിർണായകമാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന ശ്രീറാംപുര ക്ഷേത്രത്തിനടുത്തുള്ള പോറ്റിയുടെ വീട്ടിൽ പരിശോധന എന്നുള്ളതാണ്. ആ പരിശോധനയിൽ SIT കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഹാഷ്മി, ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്ത ശേഷം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കമൊക്കെ തന്നെ വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ ഇത് അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി. ആദ്യ ഘട്ടം എന്ന രീതിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്, മറ്റ് തെളിവ് ശേഖരണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയത്, ഒപ്പം തന്നെ മൊഴിയൊക്കെ അടക്കം രേഖപ്പെടുത്തി. പക്ഷേ ഇപ്പോഴിതാ സ്വർണ്ണമടക്കം പിടിച്ചെടുക്കേണ്ടി വരുന്നു. അതായത് അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തി. അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികളിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആരൊക്കെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നതിലുപരി ഈ സ്വർണം വീണ്ടെടുക്കുക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എന്ന രീതിയിൽ ആദ്യ പടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് കൊടുത്ത സ്വർണം, അത് നിലവിൽ 400 ഗ്രാം സ്വർണം വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും ഫ്ളാറ്റിലും ഒക്കെ തന്നെ പരിശോധന നടത്തി. ഇന്നലെ പുളിമാത്ത് വീട്ടിൽ പരിശോധന നടത്തിയിരുന്ന അവിടെ സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തി, 2 ലക്ഷം രൂപ കണ്ടെത്തി. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണ പൂശി, അതായത് ഈ ജമ്പ് പാളിയിൽ നിന്ന് വേർതിരിച്ച സ്വർണം അത് സ്വർണ്ണ പാളികളാക്കി അല്ലെങ്കിൽ സ്വർണ്ണ തകിടാക്കിയാണ് ഈ രീതിയിൽ മറ്റ് വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി കൊടുത്തു വന്നിരുന്നത്. അതുകൊണ്ട് ഗോവർദ്ധന് മാത്രമാണോ ഇത് കൊടുത്തത്? കാരണം ഗോവർദ്ധനുമായി വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ബാംഗ്ലൂരിലൊരു ശ്രീരാംപുര ക്ഷേത്രത്തിലെ പൂജാരിക്കുന്ന സമയത്താണ് അയ്യപ്പ ഭക്തനായിട്ടുള്ള ഗോവർദ്ധനെ കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് ഗോവർദ്ധൻ ഈ സ്വർണം വിൽക്കുന്നതും. പക്ഷേ അതിന് മുൻപേ തന്നെ ഈ വാതിൽപ്പടിയിലും ഒപ്പം തന്നെ ദ്വാരപാല ശില്പത്തിനും ഒക്കെ സ്വർണം പൂശാൻ വേണ്ടി ഒരു സ്പോൺസർ എന്ന രീതിയിൽ ഇയാളുമായി ബന്ധം നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോൺസർ ഗോവർദ്ധനിൽ മാത്രം ഒതുങ്ങില്ല. നാഗേഷും മറ്റൊരു സ്പോൺസറാണ്. ഒപ്പം തന്നെ കൽപേഷ് ഈ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണ്. അങ്ങനെ കൽപേഷിലും നാഗേഷിലും തന്നെ അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം അവരിലേക്ക് കൂടി എത്തും. ഇതിനോടൊപ്പം തന്നെ അവരെവിടാണെന്നും അവർക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അന്വേഷണ സംഘം വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഈ മന്ത്ര എന്ന സ്ഥാപനമുണ്ട്, അതായത് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ ഒരു ഉപസ്ഥാപനമായ മന്ത്ര എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ആദ്യഘട്ടത്തിൽ
ഈ സ്വർണം വേർതിരിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അപ്പോൾ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പക്ഷേ അതൊക്കെ തന്നെ ഈ ഒക്ടോബർ 30 വരെയാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലഭ്യമായിട്ടുള്ളത്. ആ സമയപരിധിക്കുള്ളിൽ വെച്ച് തന്നെ ഈ 3 സ്ഥലങ്ങളിലുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട 2ാം പ്രതി മുരാരി ബാബുവിന് വേണ്ടി 30-ാം തീയതിക്ക് മുമ്പേ തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് ഇവരെ രണ്ടുപേരെയും ഒരു 2ാം ഘട്ടത്തിൽ കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ദേവസ്വം വിജിലൻസിന് കൊടുത്ത മൊഴിയിൽ നിന്നും ഘടകവിരുദ്ധമായ അല്ലെങ്കിൽ അത്തരം വാദങ്ങളെല്ലാം പൊളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 2ാമത് അന്വേഷണ സംഘത്തിൽ SITക്ക് കൊടുത്ത മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യസന്ധമായ മൊഴി കൊടുത്തു. കാരണം അതല്ലാതെ വേറെ ഗത്യന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ താൻ നിയമപരമായി അവിടെ നിന്ന് ലഭിച്ച മാനുവൽ അനുസരിച്ച് അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ലഭിച്ച രേഖാമൂലമാണ് എല്ലാ കാര്യങ്ങളും നടത്തിയതെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന് സമ്മതിക്കേണ്ടി വരികയും അത് ഇപ്പോഴിതാ ഒരു വ്യാപാരിയിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മറ്റുദ്യോഗസ്ഥർ, അതായത് ഈ മുരാരി ബാബുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹൈക്കോടതിയും ആ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കീഴുദ്യോഗസ്ഥന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആ സമയത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ള ആളുകളെ വരും ദിവസം ചോദ്യം ചെയ്യേണ്ട പ്രധാനമന്ത്രി അന്നത്തെ ദേവസ്വം സെക്രട്ടറി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നുള്ള കാര്യം ഈ പോലീസിന്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്തുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, അത്തരം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം പ്രസിഡന്റ് ആ സമയത്തെ ഉദ്യോഗസ്ഥനായിരുന്ന N. വാസു അടക്കമുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. എന്താണെങ്കിലും നാളെയോ മറ്റന്നാളോ ഹൈദരാബാദിലെയും ചെന്നൈയിലെയും തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചെത്തും. പിന്നീട് മുരാരി ബാബുവുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും പിന്നീട് പുരോഗമനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.